നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമുള്ള ചാപ്റ്റർ 3 ആണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ആക്കരുത്. പകരം ഒരു ബുക്ക് എടുത്തിട്ട് എൻ്റെ ഒപ്പം തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം കൺഫേം ആണ്, ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ നമ്മുടെ CWC എക്സാമിനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒപ്പം ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതിൽ ഓരോ ക്വസ്റ്റിനും ശ്രദ്ധിച്ച് കണ്ടുകൊണ്ട് ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സ് പോയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ ചാപ്റ്ററിലേക്ക് പോവാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചാപ്റ്ററിന്റെ പേരെന്താ? വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. ഇതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്പേർഷനെ കുറിച്ചാണ് അല്ലേ. ആ ഡിസ്പേർഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടായിരിക്കുമല്ലോ ക്വസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചാപ്റ്ററിലേക്ക് കൂടുതൽ സമയം കളയുന്നില്ല, നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ടോപ്പിക്ക് ഡിസ്പേർഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റിൽ അവർ തന്നിട്ടുണ്ട്, ഒരു പ്രിസം ഉണ്ട് അല്ലേ. ഒരു പ്രിസത്തിലൂടെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. ആ പ്രോസസ്സ് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിലവർ തന്നിട്ടുണ്ട്, ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്തിട്ട് 2 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആയി. അതിൽ എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ ഏത് കളറാണ് എക്സ്, ഏത് കളറാണ് വൈ എന്നല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് ലൈറ്റിന്റെ ഉള്ളിൽ 7 കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ 7 കളറും ഇങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള, ഡിസ്പേർഷൻ ആവാനുള്ള കാരണം എന്താണ്? ഞാൻ ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യൻസും പറഞ്ഞു പോവാം. അപ്പം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് എല്ലാ ടോപ്പിക്കും ഒരുപോലെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 7 കളേഴ്സ് അല്ലേ വരുന്നത്. ഈ 7 കളേഴ്സും 7ആയിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക, എല്ലാ കളറിനും ഒരേ വേവ് ലെങ്ത് അല്ല. എല്ലാ കളേഴ്സും ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്. ഡിഫറെന്റ് വേവ് ലെങ്ത് ആയതുകൊണ്ടാണ് അത് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആയത്. അങ്ങനെ 7 കളറായിട്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ ഇവിടെ ചോദിക്കുന്ന എപ്പോഴും ഈ മുകളിലെ കളറും താഴെ കളറും, ഇതാണ് എപ്പോഴും ചോദിക്കുക. ബാക്കി ആ ഗ്യാപ്പിൽ വരുന്ന കളേഴ്സ് ചോദിക്കാറില്ല. അതിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന്റെ ഏറ്റവും മുകളിൽ ഉണ്ടാവുന്ന കളർ റെഡും അതേപോലെ തന്നെ ഏറ്റവും താഴെയുള്ള കളർ വയലറ്റ് ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 കളേഴ്സിൽ റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതേപോലെ തന്നെ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ എന്താ പറ്റുക? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ് അല്ലെ. റെഡിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് റെഡിന് കുറച്ച് പവർ കൂടുതലാണ്. അപ്പൊ റെഡിനെ ഡീവിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റെഡ് കുറച്ചേ ഡീവിയേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ചേ റിഫ്രാക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ വരുന്ന ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വരുന്ന ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, കുറച്ച് ഡീവിയേറ്റ് ചെയ്തേക്കുന്ന മേളിലാണ്. അപ്പൊ മേളിലാണ് റെഡ് വരാം. കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൂ, കാരണം വേവ് ലെങ്ത് കൂടുതലാണ്. ഇനി താഴെയുള്ള ലൈറ്റിന്റെ എന്താ പ്രത്യേകത? അതിന് വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് നല്ലോണം ഡീവിയേറ്റ് ആവും. അപ്പൊ താഴെയുള്ളത് വയലറ്റ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ എപ്പോഴും ഡിസ്പേർഷൻ ചെയ്യുമ്പോൾ മുകളിൽ റെഡും താഴെ വയലറ്റും. എന്താണ് കാരണം? റെഡ് കുറച്ചേ ഡീവിയേറ്റ് ചെയ്യുള്ളൂ, വേവ് ലെങ്ത് കൂടുതലാണ്. വയലറ്റ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും, കാരണം വേവ് ലെങ്ത് കുറവാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, റെഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പവറുള്ള ഒരാൾ, ഡീവിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, റിഫ്രാക്ഷൻ വളക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വയലറ്റ് ആണെങ്കിലോ വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ്, നല്ലോണം ഡീവിയേറ്റ് ചെയ്യാം. ആ രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എക്സ് നമുക്കിവിടെ ആൻസർ എഴുതി പോവാം. എക്സ് വയലറ്റും അതേപോലെ തന്നെ വൈ റെഡുമാണ്. കാരണം വൈ എന്താണ്? മേളിലാണ്. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വൈ ഡു ഡിഫറെന്റ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ബെൻഡ് ത്രൂ ഡിഫറെന്റ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻസിഡന്റ് ബീം ഓഫ് ലൈറ്റ്? ആൻസർ നമ്മൾ പറഞ്ഞതാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ വൈറ്റ് ലൈറ്റിലെ ഓരോ കളേഴ്സും എന്തുകൊണ്ടാണ് ഓരോ ആംഗിൾ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ആയെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രത്യേക റീസൺ നമ്മൾ പറഞ്ഞതാണ്, ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദെയർ വേവ് ലെങ്ത്. എല്ലാവർക്കും വേവ് ലെങ്ത് സെയിം അല്ലാത്തത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഡിസ്പേർഷൻ? ഒരു ലൈറ്റിനെ അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുക. അങ്ങനെ ഡിസ്പേർഷന്റെ ഒരു ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്തു, അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സ്ഥിരം ചോദ്യമാണ്, ആരാണ്, ഏത് കളറാണ് മുകളിലും ഏത് കളറാണ് താഴെ? മുകളിൽ വരുന്നത് റെഡ് കളറാണ്, താഴെ വരുന്നത് വയലറ്റ് ആണ്. റെഡ് മുകളിൽ വരാൻ കാരണം എന്താ? റെഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്താ കുറച്ച് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം? വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വയലറ്റ് താഴെ വന്നത്? വയലറ്റ് നല്ലോണം ഡീവിയേറ്റ് ചെയ്തല്ലേ. എന്താ നല്ലോണം ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്.
അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ അല്ലേ? ഞാൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞു നിർത്തിയ സാധനം തന്നെ വന്നു. വാട്ട് ഈസ് ഡിസ്പേർഷൻ? എന്താ ഡിസ്പേർഷൻ അല്ലേ? എന്താണ്? സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. അതായത് ഒരു ലൈറ്റ്, ഇപ്പൊ നമ്മൾ വൈറ്റ് ലൈറ്റിന്റെ കേസ് കണ്ടില്ലേ? വൈറ്റ് ലൈറ്റ് അതിന്റെ ഉള്ളിലുള്ള 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആയില്ലേ? അതിനാണ് ഡിസ്പേർഷൻ എന്ന് വിളിച്ചത്. അപ്പൊ എന്താണ്? ഒരു ലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ്, ആ ഉള്ളിലിരിക്കുന്ന കളേഴ്സ് നമ്മൾ വിളിക്കുന്നത് കമ്പോണന്റ് കളേഴ്സ് എന്നാണ്. അപ്പോൾ ഒരു ലൈറ്റ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനെ വിളിച്ച പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ സ്പ്ലിറ്റിംഗ് ഓഫ് എ ലൈറ്റ് into its component colors. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്ക്രൈബ് ഹൗ സൺലൈറ്റ് ഡിസ്പേഴ്സ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് സിമ്പിൾ ആയത്? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്താണ് അല്ലേ? വൈറ്റ് ലൈറ്റിന്റെ കേസ് നമ്മൾ ചെയ്തല്ലേ? എന്തായിരുന്നു വൈറ്റ് ലൈറ്റിന്റെ കേസിൽ നമ്മളിപ്പോൾ പഠിച്ചത്? ഒരു വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ആവും. ആ 7 കളറിൽ ആരാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തത്? വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് ആണ്. ആരാണ് കുറച്ച് ഡീവിയേറ്റ് ചെയ്തത്? വേവ് ലെങ്ത് കൂടിയ റെഡ് ആണ്. ഇതാണ് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. എന്താ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ഒരു വൈറ്റ് ലൈറ്റ് ഡിസ്പേർഷൻ ആയാൽ എന്ത് പറ്റും? 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ? അതില് എപ്പോഴും മനസ്സിലാക്കുക, ഡീവിയേഷൻ ലെസ് ഉള്ളത് റെഡിനാണ്. ബിക്കോസ് എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് വലിയ രീതിയിൽ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഡീവിയേഷൻ മോർ വരുന്നത് വയലറ്റിനാണ്. ബിക്കോസ് വേവ് ലെങ്ത് കുറവാണ്. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ദാ അതിന്റെ സി ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അറേഞ്ച് ദ കളേഴ്സ് ഓഫ് സ്പെക്ട്രം ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ അല്ലെ? നമുക്ക് ഈ കിട്ടിയ കളേഴ്സ് അല്ലേ? ഏതൊക്കെയാണ് കളേഴ്സ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ കളേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പെക്ട്രം എന്ന് വിളിക്കുക. ഓക്കെ? അപ്പോൾ ഈ സ്പെക്ട്രത്തിന് നമ്മൾ എന്ത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ ആണ്. എന്താ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡീവിയേഷൻ ഉള്ള ആരാണ് ഇവിടെ? നമുക്കറിയാം വയലറ്റിനാണ് ഡീവിയേഷൻ കുറവ്, റെഡിനാണ് ഡീവിയേഷൻ കൂടുതൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ. ഡിക്രീസിങ് ഓർഡർ എന്ന് വെച്ചാൽ കുറഞ്ഞു വരുന്ന ഓർഡർ ആണ് അല്ലേ? അപ്പൊ ഡീവിയേഷൻ കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ? അപ്പൊ ആദ്യം ആരെ എഴുതണം? ഡീവിയേഷൻ കൂടിയ ആളെ എഴുതണം. ഓക്കെ, സോറി, അവിടെ എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. വയലറ്റിന് ഡീവിയേഷൻ കൂടുതൽ, റെഡിന് ഡീവിയേഷൻ കുറവ് അല്ലെ? അപ്പൊ നമുക്കിവിടെ എങ്ങനെയാ വേണ്ടത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ അല്ലേ? അപ്പൊ ആദ്യം ഡീവിയേഷൻ കൂടിയ ആളല്ലേ? ഡീവിയേഷൻ കൂടിയ ആളാരാണ്? വയലറ്റ്. ഡീവിയേഷൻ കുറഞ്ഞ ആളാരാ? റെഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച അതേ ഓർഡർ തന്നെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അതേപോലെ തന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ്. കാരണം ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ ആണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ കുറഞ്ഞ ആളാദ്യം, അത് കഴിഞ്ഞിട്ട് ഡീവിയേഷൻ കൂടിയ ആളാദ്യം, പിന്നെ ഡീവിയേഷൻ കുറഞ്ഞു വരുന്ന ഓർഡറിൽ. അപ്പൊ ഡീവിയേഷൻ ഏറ്റവും കൂടിയത് വയലറ്റിനാണ്, റെഡിനാണ് ഏറ്റവും കുറവ്. ഇത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പ്രത്യേകം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണോട്ടോ ഇവിടെ, കാരണം ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡീവിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിതാ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൈ ഡസ് റെഡ് ലൈറ്റ് ഡീവിയേറ്റ് ദ ലീസ്റ്റ് ആൻഡ് വയലറ്റ് ദ മോസ്റ്റ്? എന്തുകൊണ്ടാണ് റെഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്തത്, അതേപോലെ തന്നെ വയലറ്റ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അതേപോലെ തന്നെ വയലറ്റ് കുറച്ച് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം, വയലറ്റ് നല്ലോണം ഡീവിയേറ്റ് ചെയ്യാൻ കാരണം വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ടോപ്പിക് ഒന്നുകൂടെ ക്ലിയർ ആവും അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ. ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് when a ray of light enters obliquely and passes through a prism. നമ്മളിപ്പോൾ കണ്ട സെയിം കേസ് തന്നെ അല്ലേ? ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതും ഒബ്ലിക്ലി അല്ലെ, ചരിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതൊരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ഡിസ്പേർഷൻ ആവും, സ്പ്ലിറ്റ് ആവും അല്ലെ? നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം അല്ലെ? ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് വിധേയമാകില്ല, റിഫ്രാക്ഷൻ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചോളൂ. എന്താ പറ്റുക? 7 കളറും റിഫ്രാക്റ്റ് ആവും. അപ്പൊ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ തെറ്റാണ്.
അപ്പം നമ്മൾ ആ ഓപ്ഷൻ തന്നെ തെറ്റാണെന്ന് എടുത്ത്. അണ്ടർഗോസ് ഡിസ്പേർഷൻ അല്ലേ, കറക്റ്റ് ആണ് അല്ലേ, ലൈറ്റ് സ്പ്ലിറ്റ് ആവും. അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ, ഡിസ്പേർഷനും ഉണ്ടാവും ഡീവിയേഷൻ ഉണ്ടാവും, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉമാണ്. 4 നോട്ട് സബ്ജക്റ്റഡ് ടു എനി ഓഫ് ദീസ്, ഇതിലൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി ഉള്ളത് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 2ഉം 3ഉമാണ്. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് അങ്ങനെ സ്ഥിരം ക്വസ്റ്റ്യനുകളൊന്നും കാണാത്തതാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനത്തെ റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്? നമ്മൾ കണ്ടല്ലേ, വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ് ഡീവിയേറ്റ് ചെയ്തത്? അല്ല. അപ്പോൾ പലരും പല രീതിയിലല്ലേ ഡീവിയേറ്റ് ചെയ്തത്. അപ്പൊ എന്താണ് ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ? എന്ത് കാരണം കൊണ്ടാണ് പലരും പല രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നത്? ഒരെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ വരുന്നുണ്ടാവും. ഒന്നെന്താ? അതിന്റെ വേവ് ലെങ്ത് ആണ്. രണ്ടാമതൊരു ഫാക്ടർ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ആ പ്രിസത്തിലൂടെ അല്ല ലൈറ്റ് പാസ് ചെയ്തത്, ആ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എല്ലാ മീഡിയത്തിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ മീഡിയത്തിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലാത്തത് കൊണ്ട് ഓരോ മീഡിയത്തിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഡീവിയേഷൻ മാറും. അപ്പൊ ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് വേവ് ലെങ്ത്തും അതേപോലെ തന്നെ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ. ചൂസ് ദ ലീസ്റ്റ് സ്കാറ്റേർഡ് കളർ ഇൻ സൺലൈറ്റ് ഫ്രം ദ ഫോളോയിങ്. സ്കാറ്ററിംഗ് ആണ്. നമുക്കൊരു പണി ചെയ്യാം, ആ ടോപ്പിക് എത്തുമ്പോൾ നമുക്കിത് നോക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, എൻറ്ററിങ് ഓഫ് എ സൺലൈറ്റ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ് ഈസ് ഷോൺ ബിലോ. നമുക്കറിയാം ഡിസ്പേർഷൻ നമ്മളിപ്പോൾ പ്രിസത്തിലല്ലേ മക്കളെ പഠിച്ചത്, അതൊരു വാട്ടർ ഡ്രോപ്പിൽ. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ കുറേ വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും അല്ലേ, മഴ പെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ആ സമയത്തൊക്കെ ആയിട്ട് കുറേ വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും. ഈ വാട്ടർ ഡ്രോപ്പിലേക്ക് സൺലൈറ്റ് വീഴുമ്പോഴും ഇതേപോലെ തന്നെ എന്ത് നടക്കും? റിഫ്രാക്ഷൻ ഡീവിയേഷൻ ഒക്കെ നടക്കൂലേ? അങ്ങനെ ഉണ്ടാവുന്ന സാധനമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റെയിൻബോ. അപ്പൊ റെയിൻബോ ഉണ്ടാവാൻ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിൽ വാട്ടർ ഡ്രോപ്പിൽ നടക്കുന്ന ഡിസ്പേർഷനും റിഫ്രാക്ഷനും കാരണമാണ്. അതിന്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിഗർ. ഈ ഫിഗർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫിഗർ നിങ്ങൾ വരക്കാൻ വേണ്ടി ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ. അതിൽ മുകളിൽ റെഡും താഴെ വയലറ്റും ആണ്. ഇത് ഇവിടെ നിന്ന് വീണ്ടും ടോട്ടലിനാണ് റിഫ്ലക്ഷൻ കാരണം വീണ്ടും വന്ന് റെഡ് താഴെയും വയലറ്റ് മുകളിലായിട്ട് വരും. ഇതേപോലെ ഇവിടെ ഫിഗർ ഉണ്ട് കണ്ടതാ, ഇതേപോലെ വരും. അപ്പോൾ ഇവിടെ റെഡ് ഇവിടെ വയലറ്റ്. ഇതാണ് ഒരു വാട്ടർ ഡ്രോപ്പിൽ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വാട്ടർ ഡ്രോപ്പിൽ നടക്കുന്ന ഡിസ്പേർഷന്റെ ഡയഗ്രാം. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ആർ ദ ഫിനോമിനൻ ദാറ്റ് ലൈറ്റ് അണ്ടർഗോ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ റെയിൻബോ. ഒരു റെയിൻബോ ഫോം ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എന്തൊക്കെ ഫിനോമിനൻ കടന്നു പോകുന്നുണ്ട്? സിമ്പിൾ ആണ്. അവിടെ നോക്കിക്കേ, ലൈറ്റ് ഞാൻ ഈ ഫിഗർ വെച്ച് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്, കണ്ടോ? വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ ആ വൈറ്റ് ലൈറ്റ് എന്തായി? ബെൻഡായി അല്ലേ, ബെൻഡായി. അതേപോലെ തന്നെ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് റിഫ്രാക്ഷൻ അല്ല ചെയ്തത്, പകരം തിരിച്ചു വരിക ചെയ്തത്. അത് ടോട്ടൽ എന്താണ്? റിഫ്ലക്ഷൻ ആണ്. അതേപോലെ തന്നെ ഈ കാണുന്ന പോയിന്റിൽ റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഫിനോമിനലിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്? നമുക്ക് പറയാം റിഫ്രാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ലൈറ്റ് റെയിൻബോ ഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫിനോമിനലിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതേണ്ടത്? റിഫ്രാക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞുതരാം. ഇങ്ങനെ ചോദിക്കാം, എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാം. റെയിൻബോ ഫോം ചെയ്യാൻ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ, പിന്നെ ഒരാളും കൂടി ഉണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ റെയിൻബോ ഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റിൽ നടക്കുന്ന കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ആണ് എന്തിന് കാരണം? റെയിൻബോ ഫോം ചെയ്യാനുള്ള കാരണം. ക്ലിയർ അല്ലേ?
ഇതേപോലെ തന്നെ റെയിൻബോയിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇതൊരു ഒറ്റ വാട്ടർ ഡ്രോപ്ലെറ്റിലെ ഫിഗർ അല്ലേ മക്കളെ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതേപോലെ കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ് ചേരുമ്പോഴാണ് റെയിൻബോ ഉണ്ടാവുന്നത്. അപ്പൊ റെയിൻബോയില് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റെയിൻബോയുടെ അപ്പർ എഡ്ജിൽ ഏത് കളറാണ്, അതേപോലെ തന്നെ ലോവർ എഡ്ജിൽ ഏത് കളറാണ്? എന്താണ് അപ്പർ എഡ്ജ് എന്നാൽ ലോവർ എഡ്ജ് എന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ മുകൾ ഭാഗത്തിന് നമ്മൾ അപ്പർ എഡ്ജ് എന്ന് വിളിക്കുക, ഇതിനാണ് ലോവർ എഡ്ജ് എന്ന് വിളിക്കുക. എപ്പോഴും നിങ്ങൾ മറക്കരുത്, അത് പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പർ എഡ്ജില് റെഡും അതേപോലെ തന്നെ ലോവർ എഡ്ജില് വയലറ്റുമാണ് വരുന്നത്. അപ്പൊ അപ്പർ എഡ്ജില് റെഡ്, ലോവർ എഡ്ജില് വയലറ്റ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ റെയിൻബോവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിക്കാറ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. റെയിൻബോ ഫോം ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റിൽ നടക്കുന്ന കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ആരൊക്കെയാണ്? റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ. റെയിൻബോയുടെ വാട്ടർ ഡ്രോപ്പിനുള്ളിൽ നടക്കുന്ന ഫിനോമിനൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷനും അതേപോലെ തന്നെ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷനും. പിന്നെ അതിന്റെ എന്ത് ചോദിക്കാം? ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് റെയിൻബോയുടെ അപ്പർ എഡ്ജിൽ ഏത് കളറാണ്, അതേപോലെ തന്നെ ലോവർ എഡ്ജിൽ ഏത് കളറാണ്? അപ്പർ എഡ്ജിൽ ഏത് കളറാണ്? റെഡ് ആണ്. അതേപോലെ തന്നെ ലോവർ എഡ്ജിൽ വയലറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലിസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ സ്പെക്ട്രത്തെ കുറിച്ച്. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ റേ, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ. ഇങ്ങനെ 7 ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ എഴുതുന്ന ഈ ഓർഡർ ഉണ്ടല്ലോ, ഈ ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാന്നറിയോ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. മറക്കരുത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ആ കോഡ് ആലോചിച്ച് വെച്ചാൽ മതി. RMIVUXG. മറക്കരുത്, RMIVUXG. RMIVUXG. ഇത് എന്തിന്റെ ഓർഡർ ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ ആണ്. R റേഡിയോ വേവ്, M മൈക്രോവേവ്, I എന്താണ്? ഇൻഫ്രാറെഡ്, V വിസിബിൾ ലൈറ്റ്. ആ വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ നേരത്തെ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന വെച്ച് പഠിച്ചത്. പിന്നെ U എന്താണ്? അൾട്രാ വയലറ്റ്, X എക്സ്റേ, G എന്ന് വെച്ചാൽ ഗാമാറേ. ഈ 7 പേര് നമ്മൾ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ ഇല്ലേ, അതില് നോക്കിക്കോ, ഗാമാറേക്ക് ഫ്രീക്വൻസി കൂടുതലാണ്, അതേപോലെ തന്നെ റേഡിയോ വേവിന് ഫ്രീക്വൻസി കുറവാണ്. അപ്പൊ നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെയുള്ള ഓർഡർ ആണെന്ന് അറിയോ? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. മറക്കരുത്, നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ത് ഓർഡറിലാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയുടെ ഓർഡറിലാണ്. അതായത് ഫ്രീക്വൻസി കുറഞ്ഞ ആളിൽ നിന്ന് ഫ്രീക്വൻസി കൂടി വരുന്ന ആള്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ എഴുതാനാണ് അല്ലേ? ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. നമ്മൾ പെട്ടെന്ന് നമുക്കറിയാവുന്ന ഓർഡറിൽ RMIVUXG എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുതി വെക്കും. പക്ഷെ അതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞുതരാം. ദാ ഫ്രീക്വൻസി കൂടിയ ആളാരാ? ഗാമാറയാണ് അല്ലെ? എങ്കിൽ ഫ്രീക്വൻസി കൂടിയ ആൾക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും. ഫ്രീക്വൻസി വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ ഗാമാറയ്ക്ക് വേവ് ലെങ്ത് കുറവല്ലേ? അതേപോലെ ഫ്രീക്വൻസി കുറവാർക്കാണ്? റേഡിയോ വേവിനാണ്. റേഡിയോ വേവിന് വേവ് ലെങ്ത് കൂടുതലാ അല്ലേ? കാരണം അതിങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞ വേവ് ലെങ്ത് അല്ലെ? വേവിന്റെ ലെങ്ത്. വേവ് ലെങ്ത് കൂടിയ ആൾക്കല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ദൂരം നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റേഡിയോ ആ വാക്ക് ആലോചിച്ചാൽ മതി. റേഡിയോ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ റേഡിയോക്കാണ് വേവ് ലെങ്ത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റേഡിയോക്ക് വേവ് ലെങ്ത് കൂടുതൽ. ഗാമാറേ വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ വേവ് ലെങ്ത് കൂടി വരണം. അപ്പൊ ആദ്യം എഴുതേണ്ട ആളാരാ? വേവ് ലെങ്ത് കുറഞ്ഞ ആളല്ലേ? വേവ് ലെങ്ത് കുറഞ്ഞ ആള് ഗാമാറയാണ്. പിന്നെ നമുക്ക് ഓർഡർ അറിയാലോ, GXUVIMR. ഇതാണ് ആൻസർ. കാരണം എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. എന്താണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ വേവ് ലെങ്ത് കുറഞ്ഞ ആളിൽ നിന്ന് വേവ് ലെങ്ത് കൂടിയ ആളിലേക്ക് വരണം. വേവ് ലെങ്ത് കുറഞ്ഞ ആള് ഗാമാറയാണ്. അപ്പൊ ഗാമാറയെന്ന് ഇങ്ങനെ നമ്മൾ കൂടി എവിടെ എത്തി? റേഡിയോ വേവിലേക്ക് എത്തി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർഡർ ആലോചിച്ച് വെച്ചേക്കാം. നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ.
നമ്മൾ എല്ലാ ഓർഡറും പഠിച്ചു വെക്കണ്ട. നമ്മൾ RMIVUXG ആ ഓർഡർ പഠിച്ചു വെക്കുക. അത് എന്ത് ഓർഡറാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി കൂടുന്ന ഓർഡർ അല്ലേ? അപ്പൊ വേവ് ലെങ്ത് കൂടുന്ന ഓർഡർ ചോദിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? ഇങ്ങനെ ആലോചിക്കാട്ടാ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ന്യൂട്ടൺസ് കളർ ഡിസ്കിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. നമുക്കറിയാം എന്താ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 കളർ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ വൈറ്റ് ലൈറ്റിന്റെ സ്പെക്ട്രം കളർ ചെയ്ത ഡിസ്കിനെയാണല്ലോ നമ്മൾ ന്യൂട്ടൺസ് ഡിസ്ക് എന്ന് വിളിക്കുക. ഇനി നമുക്കറിയാം ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ന്യൂട്ടൺസ് ഡിസ്ക് സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും. എന്താ കാരണം എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട ടോപ്പിക് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. എന്താ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെ നമ്മുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് അത് നമ്മുടെ കണ്ണിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിൽ അത് 1/16 സെക്കൻഡ് റിമെയിൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് വിളിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ന്യൂട്ടൺസ് ഡിസ്ക് സ്പീഡിലേക്ക് ഇറങ്ങുമ്പോൾ വൈറ്റ് ലൈറ്റ് ആയിട്ട് അല്ലെ വൈറ്റ് കളർ ആയിട്ട് കാണാൻ കാരണം? നമുക്കറിയാം ഈ 7 കളറും ഒരുമിച്ച് വെച്ചാൽ അത് വൈറ്റ് കളർ ആണ് അല്ലെ. അപ്പൊ നോക്കിയത് അവിടെ റെഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ആദ്യം കണ്ട റെഡ് ആണ് അല്ലെ. ഈ റെഡ് എന്റെ കണ്ണിൽ നിന്ന് പോവാൻ വേണ്ടി 1/16 സെക്കൻഡ് പിടിക്കും. അതിനു മുമ്പ് ഞാൻ സ്പീഡിൽ എല്ലാ കളറും റൊട്ടേറ്റ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ എല്ലാ കളറും ഞാൻ ഒരുമിച്ചല്ലേ കാണുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാ കളറും കൂടെ ചേർന്നുകൊണ്ട് വൈറ്റ് അല്ലേ കാണുള്ളൂ. ഇതാണ് എന്ത് ന്യൂട്ടൺസ് ഡിസ്ക് സ്പീഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് അല്ലെ വൈറ്റ് കളർ കാണാനുള്ള കാരണം ഡ്യൂ ടു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മറക്കരുത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. ഓക്കെ, പിന്നെ ഇങ്ങനെ വേറൊരു ചോദ്യം ചോദിക്കും, അപ്പൊ ഇത് സ്ലോലി ആണ് കറക്കണമെങ്കിലോ? ഉറപ്പായിട്ട് നമുക്കറിയില്ലേ സ്ലോലി കറക്കുമ്പോൾ 1/16 സെക്കൻഡ് ഉള്ളിൽ എല്ലാവരും വന്നാലേ നമുക്ക് വൈറ്റ് ആയിട്ട് കാണുള്ളൂ. സ്ലോലി കറക്കി കഴിഞ്ഞാൽ 1/16 സെക്കൻഡ് മുമ്പായിട്ട് എല്ലാവരും പോവും അല്ലെ. കാരണം 1/16 സെക്കൻഡ് ഉള്ളിൽ എല്ലാവരും വന്നാലേ ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. പതിയെ കറക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? 1/16 സെക്കൻഡ് കഴിഞ്ഞു പോകും. അപ്പൊ എനിക്ക് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോ കളറും സെപ്പറേറ്റേ കാണുള്ളൂ. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഇവിടെ എക്സാമിന്. അപ്പോൾ സ്പീഡിൽ കറക്കിയാൽ വൈറ്റ് ഡ്യൂ ടു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പതിയെ കറക്കി കഴിഞ്ഞാൽ 7 കളറും നമുക്ക് ഡിഫറെന്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇത് ക്ലിയർ അല്ലേ മക്കളെ? മറക്കരുത് കേട്ടോ. എന്താണ് ടോപ്പിക്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദാ കളറിന്റെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ ടോപ്പിക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്താ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് പ്രൈമറി കളേഴ്സ് എന്നാണ്. എന്താ പ്രൈമറി കളേഴ്സ്? 3 കളേഴ്സ് ഉണ്ട് അല്ലേ. റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB. ഇവരെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് വിളിക്കുക. എന്തുകൊണ്ടാണ് ഇവരെ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കാൻ കാരണം? സിമ്പിൾ ആണ്. ഇവരെ നമുക്ക് വേറെ ഒരു കളർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും ഫോം ചെയ്യാൻ പറ്റില്ല. ഇവരാണ് പ്രൈമറി മെയിൻ ആളുകൾ. അപ്പൊ ഈ 3 കളേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമറി കളർ എന്ന് വിളിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രൈമറി കളേഴ്സ് ചേർന്നാലുണ്ടല്ലോ പുതിയ കളേഴ്സ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിക്കുക. ആരൊക്കെയാ സെക്കൻഡറി കളർ? ഈ ഫിഗർ നോക്കിയാൽ മതി. ഇതാ ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട് അല്ലെ. റെഡും ബ്ലൂവും ചേർന്നപ്പോൾ ആരുണ്ടായി? മജന്ത ഉണ്ടായി. അപ്പൊ റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത ഉണ്ടാവും. പിന്നെ അടുത്തത് ബ്ലൂവും ഗ്രീനും ചേർന്നാൽ സിയാൻ ഉണ്ടാവും. അപ്പൊ ബ്ലൂവും ഗ്രീനും ചേർന്നാൽ സിയാൻ ഉണ്ടാവും. മൂന്നാമത്തെ ആരാ? ദാ റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോ ഉണ്ടാവും. അപ്പോ റെഡും ബ്ലൂവും ചേർന്നപ്പോൾ മജന്ത ഉണ്ടായല്ലേ. മജന്തയാണ് അവിടെ സെക്കൻഡറി കളർ. അതേപോലെ ബ്ലൂവും ഗ്രീനും ചേർന്നപ്പോൾ ഉണ്ടായ സിയാൻ, അതേപോലെ റെഡും ഗ്രീനും ചേർന്നപ്പോൾ ഉണ്ടായ യെല്ലോ. ഈ 3 കളേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി കളർ എന്ന് വിളിക്കുക. അപ്പൊ എന്താ സെക്കൻഡറി കളർ? പ്രൈമറി കളേഴ്സ് ചേർന്നുണ്ടാവുന്ന കളേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കളേഴ്സ്. ഇനി ഒരു സാധനമുണ്ട്, ഇതാണ് നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന സാധനം. കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ ഉണ്ടല്ലോ അല്ലെ, വൈറ്റ് ലൈറ്റ്, അതായത് ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ പ്രൈമറി കളേഴ്സ്, ഇവർ ചേരുമ്പോൾ വൈറ്റ് ഉണ്ടാവും. മറക്കരുത്, റെഡും ഗ്രീനും ബ്ലൂവും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ഉണ്ടാവും. അവിടെ നോക്കിയാൽ മതി, കണ്ടോ സെന്റർ പോർഷനിൽ വൈറ്റ് ഉണ്ടായിരുന്നില്ലേ. 3 കളേഴ്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വൈറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചോട്ടാ. മജന്ത അല്ലെ, ആരൊക്കെ ചേർന്നിട്ടാ മജന്ത ഉണ്ടായിരിക്കുന്നത്? റെഡും ബ്ലൂ. എങ്കിൽ ഇതിന്റെ ഒപ്പം ഗ്രീനും കൂടി ചേർന്നാൽ വൈറ്റ് ഉണ്ടാവില്ലേ? ക്ലിയർ അല്ലേ?
അടുത്ത പെയർ ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ വൈറ്റ് ഉണ്ടാവാനുള്ള അടുത്ത പെയർ പ്രൈമറി സെക്കൻഡറി കമ്പൈൻ ചെയ്തുകൊണ്ട് അടുത്ത പ്രൈമറി കളർ വേണ്ട, നമുക്ക് സെക്കൻഡറി കളർ എടുക്കാം. അടുത്ത സെക്കൻഡറി കളർ എന്താ? സിയാൻ ആണ് അല്ലേ. സിയാൻ എങ്ങനെയുണ്ടായ മക്കളെ? ബ്ലൂവും ഗ്രീനും ചേരുമ്പോ ഇതിൻ്റെ ഒപ്പം റെഡും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? വൈറ്റ് ഉണ്ടാവും. അടുത്തെടുക്ക് യെല്ലോ. യെല്ലോ ആരൊക്കെ ചേർന്നിട്ടുണ്ടായിരിക്കുന്നത്? റെഡും ഗ്രീനും ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം മൂന്നാമത്തെ കളർ ബ്ലൂ ചേർന്നാൽ വൈറ്റ് ഉണ്ടാവില്ലേ? എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? മജന്ത ഒരു സെക്കൻഡറി കളറാണ്, ഗ്രീൻ ഒരു പ്രൈമറി കളറാണ്. അപ്പോൾ അവിടെ എഴുതുന്നുണ്ട്, ഒരു സെക്കൻഡറി കളറും ഒരു പ്രൈമറി കളറും ചേരുമ്പോൾ വൈറ്റ് ഉണ്ടായില്ലേ? ആരൊക്കെയാണ് ആ കോംബോ? മജന്തയും ഗ്രീനും വൈറ്റ് ഉണ്ടാക്കി. സിയാനും റെഡും സെക്കൻഡറി കളറും പ്രൈമറി കളറും ആണല്ലേ, വൈറ്റ് ഉണ്ടാക്കി. അതേപോലെ യെല്ലോ ഒരു സെക്കൻഡറി കളറാണ്, ബ്ലൂ ഒരു പ്രൈമറി കളറാണ്, ആരുണ്ടാക്കി? വൈറ്റ് ഉണ്ടാക്കി. എങ്കിൽ ഈ കാണുന്ന സെഷനിൽ മൊത്തം കിടക്കുന്നത് ആരാ? സെക്കൻഡറി കളേഴ്സ് ആണ്. ഈ കാണുന്ന സെഷനിൽ മൊത്തം കിടക്കുന്ന പ്രൈമറി കളേഴ്സ് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ? ഒരു സെക്കൻഡറി കളറും വേറൊരു പ്രൈമറി കളറും കൂടി ചേരുമ്പോൾ, എല്ലാവരും അല്ല, ഒരു സെക്കൻഡറി കളറിന്റെ ഒപ്പം വേറൊരു പ്രൈമറി കളർ ചേരുമ്പോൾ വൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് ആരൊക്കെയാണ് ആ പേര്? മജന്തയും ഗ്രീനും. അതെങ്ങനെ മനസ്സിലായി? മജന്ത റെഡും ബ്ലൂവും ആണല്ലോ. അതിനൊപ്പം ആര് ചേർന്നാൽ മതി? ഗ്രീൻ ചേർന്നാൽ മതി. അതേപോലെ അടുത്ത പേർ ആരാ? സിയാനും റെഡും. സിയാന്റെ പേര് റെഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? സിയാൻ എന്ന് വെച്ചാൽ ബ്ലൂവും ഗ്രീനും അല്ലേ, റെഡും കൂടെ വന്നാൽ പോരെ. അതേപോലെ യെല്ലോയുടെ പേരിനെ എങ്ങനെ കണ്ടുപിടിക്കും? യെല്ലോ എന്ന് വെച്ചാൽ റെഡും ഗ്രീനും ആണ്, ബ്ലൂ വന്നാൽ പോരെ. അപ്പൊ ഈ പേയേഴ്സ് ഉണ്ടല്ലോ, ഏത് യെല്ലോ ബ്ലൂ, സിയാൻ റെഡ്, മജന്ത ഗ്രീൻ, അത് ആരുടെയൊക്കെ പേയേഴ്സ് ആണ്? ഒരു പ്രൈമറി കളർ ഒരു സെക്കൻഡറി കളറും അല്ലേ. ഇവർ തമ്മിൽ ചേർന്ന വൈറ്റ് കിട്ടൂലേ. ഈ പെയറിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൈമറി കളറും അതിൻ്റെ ഒപ്പം ഒരു പെയർ ആയിട്ടുള്ള ഒരു സെക്കൻഡറി കളറും ചേർന്നാൽ എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. ആ പെയേഴ്സ് അവർ അങ്ങോട്ട് കൊണ്ട് വിളിക്കുന്നവരാണ് കോംപ്ലിമെന്ററി കളർ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്ങനെയാണെന്ന് അറിയോ? അതും ഞാൻ പറഞ്ഞുതരാം. യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ആരാണ്? അപ്പൊ ആലോചിക്കാം, യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും ഗ്രീനും ചേർന്നിട്ടല്ലേ ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം ബ്ലൂ ചേർന്നാൽ പോരെ. അപ്പൊ യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ ബ്ലൂ ആണ്. തിരിച്ചു ചോദിച്ചാലോ, ബ്ലൂവിന്റെ കോംപ്ലിമെന്ററി കളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോ. അതെങ്ങനെ കിട്ടും? ബ്ലൂ അല്ലേ. അപ്പൊ ഇനി ആരൊക്കെ വരണം? റെഡും ഗ്രീനും വരണ്ടേ. റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോ ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ കോംപ്ലിമെന്ററി കളർ എന്താന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പ്രൈമറി സെക്കൻഡറി മാത്രം പഠിച്ചാൽ മതി. കോംപ്ലിമെന്ററി ഇങ്ങനെ എഴുതി നോക്കി പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ടോപ്പിക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് എടുത്ത് കാണാം. കാരണം അതൊന്ന് ഒരു തവണ കൂടി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. കളേഴ്സ് അല്ലേ, ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയോ മക്കളെ, സിയാൻ കളറിന്റെ ഒപ്പം എന്ത് കളർ ചേർന്നാലാണ് വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നതാണ് ചോദ്യം. നമുക്ക് ആ ബോക്സ് നോക്കാതെ തന്നെ ചെയ്യാം. സിയാൻ. അപ്പൊ തന്നെ നമ്മൾ എഴുതുക, സിയാൻ ഉണ്ടാവുന്ന ഗ്രീനും ബ്ലൂവും ചേരുമ്പോ അല്ലേ. അപ്പോ ഗ്രീൻ പ്ലസ് ബ്ലൂ ആണ് സിയാൻ. അപ്പൊ ഇനി വൈറ്റ് ഉണ്ടാവാൻ റെഡും കൂടി മതിയില്ലേ. റെഡ്. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ ആണ്. അടുത്തത് ബ്ലൂവിന്റെ പാര് ചെയ്യണം എന്നാ ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ ആയി. ഇനി ആരും മതി? റെഡും ഗ്രീനും മതി അല്ലേ. റെഡും ഗ്രീനും ചേരുമ്പോൾ ഉണ്ടാവുന്നത് യെല്ലോ ആണ്. കഴിഞ്ഞു പരിപാടി. ഓക്കെ അല്ലേ മക്കളേത്? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഡിഫൈൻ കോംപ്ലിമെന്ററി കളേഴ്സ് വിത്ത് എക്സാമ്പിൾ. എക്സാമ്പിൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇതവിടെ എക്സാമ്പിൾ ഇവിടെ ഉണ്ട് അല്ലേ. നമ്മളിവിടെ എക്സാമ്പിൾ എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണ് കോംപ്ലിമെന്ററി കളർ? എന്താണ് കോംപ്ലിമെന്ററി കളർ? ഒരു പ്രൈമറി കളറും സെക്കൻഡറി കളറും ചേരുമ്പോൾ വൈറ്റ് കിട്ടുന്നുണ്ട്. ഈ പെയറിനെ വിളിച്ച പേരാണ് കോംപ്ലിമെന്ററി കളേഴ്സ്. ഓക്കെ അല്ലേ? അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നിങ്ങൾക്ക് അറിയാം അല്ലേ. വാട്ട് കളർ റിസൾട്ട് വെൻ എ കോംപ്ലിമെന്ററി കളർ ഈസ് ആഡഡ് ടു എ സെക്കൻഡറി കളർ? ഒരു കോംപ്ലിമെന്ററി കളർ സെക്കൻഡറി കളറിന്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ സിമ്പിൾ വൈറ്റ് കിട്ടും. അതിനാണ് നമ്മൾ കോംപ്ലിമെന്ററി കളർ എന്ന് വിളിച്ചത്. മനസ്സിലായില്ലേ മക്കളെ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഐയുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ ഐയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എ നിയർ പോയിന്റ് ഫ്രം ആൻ ഐ വിത്ത് ഹെൽത്തി വിഷൻ? എന്താണ് നിയർ പോയിന്റ്, ഫാർ പോയിന്റ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ഐ ബോളിന്റെ ഉള്ളിൽ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസ് കാരണമാണ് നമുക്ക് ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ ഒബ്ജക്റ്റുകളും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല. അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണേണ്ട ലെൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ലോങ്ങുള്ള ഒബ്ജക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിൽ അവര് ലോങ്ങിലുള്ള ആളുകളെ ഷൂട്ട് ചെയ്യാനല്ലേ വലിയ ലെൻസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എല്ലാ ലെൻസ് വെച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും ഒരേപോലെ കാണാൻ പറ്റുന്നില്ല അല്ലേ. പക്ഷെ നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയിലെ ലെൻസിൽ
നമ്മൾ ലെൻസ് ചേഞ്ച് ചെയ്യൂലേ, അതേപോലെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ലെൻസ് ചേഞ്ച് ആവുന്നുണ്ട്. മാറ്റി വെക്കുന്ന ഒന്നല്ല അവിടെ സംഭവിക്കുന്നത്. ഈ ലെൻസിന്റെ മേളിലായിട്ട് ഒരു മസിൽ ഉണ്ട്, സീലിയറി മസിൽ എന്നാ വിളിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുള്ളൂ. സീലിയറി മസിൽ എന്നാ വിളിക്കുക. ഈ സീലിയറി മസിൽ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ലെൻസിനെ ഒന്ന് ടൈറ്റ് ആക്കുകയും ലൂസ് ആക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ലെൻസിന്റെ സൈസ് മാറും. ഇങ്ങനെയാണ് നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ, ലോങ് ഉള്ള ഒബ്ജക്റ്റുകളെ മര്യാദക്ക് കാണാൻ പറ്റുക. ഓക്കെ അല്ലേ? അതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ എന്തായാലും നന്നായി, ആ ഒരു ടോപ്പിക് പഠിച്ചപ്പോൾ പുതിയൊരു സാധനം കൂടി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം. ആ നമ്മുടെ കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ സീലിയറി മസിൽ നമ്മുടെ കണ്ണിന്റെ ലെൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകതനെ വിളിക്കുന്ന പേരാണ് എന്ത്, പവർ ഓഫ് അക്കോമഡേഷൻ. മറക്കരുത്, ബോണസ് ആയിട്ട് ഒരു ടോപ്പിക് കിട്ടി. ഇനി അപ്പൊ ഈ പവർ ഓഫ് അക്കോമഡേഷൻ പ്രകാരം അല്ലേ നമ്മുടെ ലെൻസിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് നല്ല രീതിയിൽ കാണാം, ലോങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നല്ല രീതിയിൽ കാണാം. എങ്കിൽ ഒരു ഹെൽത്തി ഐ, അതായത് കണ്ണിനൊന്നും പ്രശ്നമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന പോയിന്റാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് വിളിക്കുക. ഏറ്റവും ലോങ്ങിൽ കാണാൻ പറ്റുന്ന പോയിന്റാണ് ഫാർ പോയിന്റ് എന്ന് വിളിക്കുക. നിയർ പോയിന്റ് 25 സെന്റിമീറ്ററും ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയുമാണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ വാട്ട് ഈസ് എ നിയർ പോയിന്റ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വരെ 25 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഞാൻ അപ്പൊ ടോപ്പിക്കും കൂടി പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നിയർ പോയിന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഫാർ പോയിന്റ് പവർ ഓഫ് അക്കോമഡേഷൻ നമ്മൾ ഇതിൽ തന്നെ പഠിച്ചിട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അല്ലെ. ദാ ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൻ ലിസ്റ്റ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മുടെ കണ്ണിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഡിസീസുകളും വേറെ എന്തൊക്കെയോ കലർത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈപ്പർമെട്രോപ്പിയ. എന്താണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് വെച്ചാൽ? ലോങ് സൈറ്റ്. മയോപ്പിയ, ഷോർട്ട് സൈറ്റ്. എന്താ ലോങ് സൈറ്റ്? അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. ലോങ് സൈറ്റ് ആ പേരിൽ പഠിച്ചു വെച്ചാൽ മതി. ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, പക്ഷേ നിയറിലുള്ളത് കാണാൻ പറ്റില്ല. അതായത് ആ പേരിലുള്ളത് കാണാൻ പറ്റും, അങ്ങനെ ആലോചിച്ചാൽ മതി. ലോങ് സൈറ്റിൽ ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, നിയറിലുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ ഷോർട്ട് സൈറ്റിലോ? ഷോർട്ടുള്ളത്, അടുത്തുള്ളത് കാണാൻ പറ്റും, പക്ഷേ ലോങ്ങിലുള്ളത് കാണാൻ, അടുത്തുള്ളത് കാണാൻ പറ്റും, ലോങ്ങിലുള്ളത് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പൊതുവെ നമ്മൾ സാധാരണ സ്പെക്കൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം. അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരത്തേക്ക് കാണാൻ പറ്റില്ല, ദൂരക്കാഴ്ച കുറവായിരിക്കും. ഇതാണ് മയോപ്പിയ. അടുത്തത് പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞോളാം അല്ലെ, തൊട്ടും പറഞ്ഞോളൂ പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി ഈ പവർ ഓഫ് അക്കോമഡേഷനിൽ എന്താ സംഭവിക്കുക? സീലിയറി മസിൽ നമ്മളെ ലെൻസിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്തിട്ട് അടുത്തുള്ള ഒബ്ജക്റ്റുകളെയും ലോങ്ങുള്ള ഒബ്ജക്റ്റുകളെയും മര്യാദക്ക് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഇനി കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ സീലിയറി മസിലിന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റാതെയാവും. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ലോങ്ങുള്ള ഒബ്ജക്റ്റിനെയും ഒരുമിച്ച് മര്യാദക്ക് കാണാതെയാവും. പൊതുവെ വരിക എൽഡർ ആയിട്ടുള്ള പ്രായമുള്ള ആളുകൾക്കാണ് വരിക. ആ പവർ ഓഫ് അക്കോമഡേഷൻ മര്യാദക്ക് നടക്കാതാവുമ്പോൾ വരുന്ന ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് പ്രസ്ബയോപ്പിയ. അപ്പോ ഐക്കുണ്ടാവുന്ന 3 ഡിസീസ് അല്ലെ. മയോപ്പിയ, അടുത്തുള്ളത് കാണാൻ പറ്റില്ല, ലോങ്ങിലുള്ളത് കാണാൻ പറ്റില്ല. അത് ലോങ്ങിലുള്ളത് മാത്രം കാണാൻ പറ്റാത്ത ഡിസീസാണ്. ഹൈപ്പർമെട്രോപ്പിയ എന്താ കാര്യം? അതായത് ലോങ് സൈറ്റ് ആണ്, ലോങ് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന അസുഖമാണ് പ്രസ്ബയോപ്പിയ. വരാനുള്ള കാരണം പവർ ഓഫ് അക്കോമഡേഷൻ മര്യാദക്ക് നടക്കാത്തതുകൊണ്ടാണ്, സിലിയറി മസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതില് ഹൈപ്പർമെട്രോപ്പിയ ഒരു ഡിസീസാണ് അല്ലെ, മയോപ്പിയ ഒരു ഡിസീസാണ്, പ്രസ്ബയോപ്പിയ ഡിസീസാണ്. പക്ഷെ പവർ ഓഫ് അക്കോമഡേഷൻ ഡിസീസ് അല്ല. പവർ ഓഫ് അക്കോമഡേഷൻ എന്താ പറയാ, സിലിയറി മസിലിന് നിയർ ഒബ്ജക്റ്റുകളെയും ലോങ് ഒബ്ജക്റ്റുകളെയും കാണാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഫിനോമിനല്ലേ, ആ അതിന്റെ പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ആരാ? കൂട്ടത്തിൽ നമ്മൾ എടുത്ത് കളയേണ്ടത് ആരാ? പവർ ഓഫ് അക്കോമഡേഷനെയാണ്. മനസ്സിലായില്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഒരു ഐ ഡിസീസിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് ഐ ഡിസീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഇതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഇതിന്റെ ഫിഗർ വരാം. അതും ഞാൻ തരാം. അതായത് ഇപ്പൊ ഈ തന്ന ഫിഗർ അല്ലാതെ ഇങ്ങനെ തരും. നമ്മുടെ ഐബോള് തന്നിട്ട് ഇങ്ങനെ തരും. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ 2 രീതിയിലാണ് ചോദിക്കുക. ഒന്നുകിൽ റെക്ടിഫൈ ചെയ്യണം. ഇത് റെക്ടിഫൈഡ് ഇമേജാ, ഇത് ഡിഫക്റ്റിന്റെ ഇമേജാ. ഇത് രണ്ടും ചോദിച്ചാലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്നത് ശരിക്കും ലോങ് സൈറ്റ്
മീൻസ് എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയയുടെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലോങ് സൈറ്റിന്റെ ഡിഫക്റ്റിന്റെ ഫിഗർ. ഇത് റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് റെറ്റിനെ വന്ന് ഫോം ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അതിന്റെ ഫിഗർ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാ? ഈ കോൺവെക്സ് ലെൻസ് കണ്ടപ്പോഴാ. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിക്കുക, ലോങ് സൈഡിന്റെയും ഷോർട്ട് സൈഡിന്റെയും ഹൈപ്പർ മെട്രോപ്പിയുടെയും അതേപോലെ തന്നെ മയോപ്പിയുടെയും ഫിഗർ അത് ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാ വരാം. ഇതാ ഐബോൾ തന്നു, ഇമേജ് പുറകിലാണ് വീണമെങ്കിൽ അത് എന്താ? ലോങ് സൈറ്റ് ആണ്. ഇങ്ങനെ നോക്കിയാൽ മതി. ഇമേജ് പുറകിലാണ് വീണെങ്കിൽ ലോങ്ങിലാണ് വീണെങ്കിൽ ലോങ് സൈറ്റ്. ഐബോൾ തന്നു, ഇമേജ് ഉള്ളിലാണ് വീണെങ്കിൽ അത് ഷോർട്ട് സൈറ്റ് ഫിഗർ. ഓക്കെ അല്ലേ? ഇനി ലോങ് സൈഡ് എങ്ങനെ മാറ്റാം? കോൺവെക്സ് ഉപയോഗിച്ചാൽ മതി. ഷോർട്ട് സൈഡ് എങ്ങനെ മാറ്റാം? കോൺകേവ് ഉപയോഗിച്ചാൽ മതി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ലോങ് സൈഡിന്റെ ഷോർട്ട് സൈഡിന്റെ ഫിഗർ തെറ്റിപ്പോകരുത്. മറന്നു പോകുന്നതല്ല, തെറ്റിപ്പോകരുത്. അപ്പൊ ലോങ് സൈറ്റ് ആലോചിച്ചിരിക്കാൻ, ലോങ്ങിലാണ് വീഴുന്നതെങ്കിൽ ലോങ് സൈറ്റ്, അടുത്താണ് വീണമെങ്കിൽ ഷോർട്ട് സൈറ്റ്. അപ്പൊ നോക്കിയേ, ഐഡന്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദിസ് ഐ. ഇതേതാണ്? ഹൈപ്പർ മെട്രോപ്പിയ. ഏത് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? കോൺവെക്സ് ആണ്. എന്താണ് ഈ അസുഖം വരാനുള്ള കാരണം? എന്താണ് ഇതിന്റെ കോസ്? പഠിക്കണം. മയോപ്പിയുടെയും ഹൈപ്പർ മെട്രോപ്പിയുടെയും കോസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തന്നെ ഹൈപ്പർ മെട്രോപ്പിയ അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കേസ് വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഐബോളിന്റെ കേസും പവർ ഓഫ് ദ ലെൻസ് വെച്ചിട്ടും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ഐബോൾ സ്മോളർ ആവുമ്പോൾ അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കൂടുമ്പോൾ, അതായത് ലെൻസിന്റെ പവർ മോർ ആവുമ്പോൾ ആണ് എന്ത് വരിക? ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ഡിഫക്റ്റ് നമുക്ക് വരിക. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ്? ഐബോളിന്റെ എന്താണ് സൈസ് ചെറുതാവുക, ഐബോൾ ചെറുതാവുക. അതേപോലെ തന്നെ ലെൻസിന്റെ പവർ ലെസ് ആണ്, സോറി, ലെൻസിന്റെ പവറും കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ഡിഫക്റ്റ് വരിക. അപ്പോൾ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിന്റെ കോസ് കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ഐബോൾ ചെറുതായി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ പവർ കുറഞ്ഞു. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ഇവിടെ നോക്കാം. എന്നിട്ട് ആ ബാക്കിലെ ക്വസ്റ്റിലേക്ക് വരാം. നോക്കിക്കോ. ദ ഫോളോയിങ് ഫിഗർ ഷോസ് ദ ഇമേജ് ഫോർമേഷൻ ഐ ഓഫ് എ പേഴ്സൺ. ഇത് നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവരുത്. ഉള്ളിലല്ല വന്ന് വീണിരിക്കുന്ന. അപ്പൊ ഏത് ഡിഫക്റ്റാ? ഉള്ളിലാണെങ്കിൽ ഷോർട്ട് സൈറ്റ്. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ ഐ ഡിഫക്റ്റ്. എന്താണ്? മയോപ്പിയ, ഷോർട്ട് സൈറ്റ്. റീസൺ ചോദിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പോ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഹൈപ്പർ മെട്രോപ്പിയുടെ റീസൺ പഠിച്ചതല്ലേ? അപ്പൊ മയോപ്പിയുടെ റീസൺ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താ മയോപ്പിയുടെ റീസൺ? 2 കേസ് വെച്ച് പഠിക്കണം എന്നല്ലേ പറഞ്ഞത്? ഒന്ന് ഐബോളും പിന്നെ അതേപോലെ തന്നെ എന്താണ്? പവറും വെച്ചല്ലേ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ഐബോള് വലുതായി, ഐബോള് ലാർജറായി. അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? പവർ കൂടി. ഓക്കെ അല്ലേ? അപ്പൊ ഐബോള് ലാർജായി അല്ലെങ്കിൽ പവർ കൂടി. ഇതാണ് എന്തിന്റെ കാരണം? മയോപ്പിയുടെ കാരണം. ക്ലിയർ ആണോ മക്കളെ? അപ്പോ ഈ കാരണങ്ങളാണ് എപ്പോഴും നിങ്ങൾ തെറ്റിക്കുക. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, മയോപ്പിയക്ക് ഐബോള് വലുതാവും, അതായത് ഐബോള് വലുതായി, അതുകൊണ്ടാണ് ഉള്ളിൽ വന്ന് ഇമേജ് വീണത്. അതേപോലെ തന്നെ പവർ കൂടി, ലെൻസിന്റെ പവർ കൂടുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പൊ അത് നമ്മൾ ഓക്കെ ആക്കി. ഇനി എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നല്ലേ സീക്വൻസിൽ ചോദിച്ചിരിക്കുന്നത്? ഹൗ ക്യാൻ ഇറ്റ് ബി റെക്ടിഫൈഡ്? കാണിച്ചു തന്നതാണ്. ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്? കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രാം, അതായത് റെക്ടിഫൈ ദ റേ ഡയഗ്രാം വരക്കാനല്ലേ പറഞ്ഞിരിക്കുന്ന. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് റെറ്റിനെ വന്ന് വീഴും. അങ്ങനെ വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് മയോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയ കറക്റ്റായിട്ട് പഠിച്ചില്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി ഇതില്? അപ്പോൾ ഫിഗർ ഇങ്ങനെ ആലോചിക്കാം, ഇത്രേ ഉള്ളൂ. എന്താണ് മയോപ്പിയ? ഷോർട്ട് സൈറ്റ്. എന്താണ്? അടുത്തുള്ളത് കാണാൻ പറ്റും, ലോങ്ങിലുള്ള കാണാൻ പറ്റില്ല. അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ. എന്താണ്? ലോങ് സൈറ്റ് ആണ്. ലോങ് സൈറ്റ് മീൻസ് ലോങ്ങിലുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത അതിന്റെ ഫിഗർ ആലോചിക്കുക. ഷോർട്ട് സൈറ്റ് അല്ലെ? ഷോർട്ട് സൈറ്റിൽ ഉള്ളില് ഷോർട്ടാണ് അല്ലെ? ഉള്ളിലാണ് ആ ഫിഗർ വന്ന് വീഴുക. ലോങ് സൈറ്റിൽ ലോങ്ങിലാണ്. ഇനി എന്താ ഷോർട്ട് സൈറ്റിന്റെ കാരണം?
ഷോർട്ട് സൈഡിൽ എന്താണ് ഐബോൾ വലുതായി പവർ കൂടി. അതേപോലെ എന്താ ലോങ് സൈഡിന്റെ കാരണം ഐബോൾ ചെറുതായി പവർ കുറഞ്ഞു. ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? മയോപ്പി അല്ലേ കോൺവെക്സ്, ഹൈപ്പർമെട്രോപ്പി അല്ലേ എന്താണ് കോൺകേവ്. ഒരാൾ കൂടിയുണ്ട്, ഏതാണെന്നറിയോ? പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പവർ ഓഫ് അക്കോമഡേഷൻ മര്യാദക്ക് നടക്കാത്തതുകൊണ്ടാണ് എന്തുണ്ടാവുക? പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുക. പ്രസ്ബയോപ്പിയയിൽ എന്തൊക്കെയുണ്ട്? ലോങ് സൈറ്റും ഉണ്ട്, ഷോർട്ട് സൈറ്റും ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കണം. കോൺകേവും കോൺവെക്സും കൂടെ മിക്സ് ആയ എന്ത് ഉപയോഗിക്കണം? ലെൻസ് ഉപയോഗിക്കണം. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ മക്കളെ. അപ്പൊ നമുക്കിതാ ഈ ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഫോർ എ പേഴ്സൺ വിത്ത് ഡിഫക്റ്റീവ് വിഷൻ ഹാവ് ദ ഫിഗേഴ്സ്. അതായത് കണ്ണിന് എന്തോ ഒരു പ്രശ്നമുള്ള ഒരാൾ, കാഴ്ചക്കുറവ് എന്തോ ഉള്ള ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു കണ്ണ് കാണിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ഡോക്ടർ അയാളുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് എഴുതി കൊടുത്താണ് -1D. അതേപോലെ തന്നെ -1.25D എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡസ് ദിസ് ഫിഗർ ഇൻഡിക്കേറ്റ്? എന്താണ് ഈ ഡി, അല്ലെങ്കിൽ എന്താണ് ഈ സാധനം എഴുതിയിരിക്കുന്നത്? ദിസ് ഈസ് പവർ ഓഫ് എ ലെൻസ്. ലെൻസിന്റെ പവർ ആണ് ഈ ഡി എന്ന് പറയുന്ന ടേം വെച്ചിട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ ഒരു ടോപ്പിക്കും കൂടെ അതിനൊപ്പം കവർ ചെയ്തുപോലെ പവർ ഓഫ് എ ലെൻസ്. എന്താ പവർ ഓഫ് എ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ്. പവർ ഓഫ് എ ലെൻസിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ആ ഡയോപ്റ്റർ ആണ് നിങ്ങളിപ്പോൾ ഡി എന്നും പറഞ്ഞ് കണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ ഈ കണ്ണൊക്കെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരൂലേ? അതിൽ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ ആ ഡി എന്ന് പറഞ്ഞ് എഴുതുന്ന ഡയോപ്റ്റർ, എത്ര പവറിന്റെ ലെൻസ് ഉപയോഗിച്ചാൽ അയാളെ കണ്ണ് റെഡിയാക്കി എടുക്കാം എന്നാണ് തരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഐഡന്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദ ഐ. വേറൊരു ചോദ്യം അല്ലേ? ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട്, എന്ത് ഡിഫക്റ്റ് ആണ് ഇയാളെ കണ്ണിനുള്ളതെന്ന് ചോദിച്ചിരിക്കുന്ന. ശ്രദ്ധിച്ചോ, പവർ നെഗറ്റീവ് ആണെങ്കിൽ, ശ്രദ്ധിച്ചോടാ, പവർ നെഗറ്റീവ് ആണെങ്കിൽ അയാൾക്ക് മയോപ്പിയാണ്, അയാൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതേപോലെ പവർ പോസിറ്റീവ് ആണെങ്കിൽ അയാൾക്ക് ഹൈപ്പർമെട്രോപ്പിയാണ്, അയാൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സാർ ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാടാ. പവർ നെഗറ്റീവ് അല്ലേ? പവർ നെഗറ്റീവ് വരുന്നത് കോൺകേവ് ലെൻസിനാണ്, അതുകൊണ്ടാണ് മയോപ്പിയ എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. അതേപോലെ പവർ പോസിറ്റീവ് വരുന്നത് കോൺവെക്സിനാണ്, കാരണം പവർ പോസിറ്റീവ് ആണെങ്കിലേ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുന്നത് കോൺവെക്സിനാണ്. അപ്പോൾ അത് ഹൈപ്പർമെട്രോപ്പിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ ഈ രീതി പഠിച്ചു വെക്കാം. പവർ നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? കോൺകേവ് ലെൻസ് ആണ്, മയോപ്പിയാണ്. പവർ പോസിറ്റീവ് ആണെങ്കിൽ അതെന്താ? കോൺവെക്സ് ലെൻസ് ആണ്, ഹൈപ്പർമെട്രോപ്പിയാണ്. അപ്പൊ ഇയാളുടെ ഡിഫക്റ്റ് എന്താണെന്ന് അറിയോ? -1 അല്ലേ? മൈനസ് അല്ലേ? അയാളുടെ ഡിഫക്റ്റ് മയോപ്പിയാണ്. റീസൺ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മയോപ്പിയുടെ റീസൺ ഐബോൾ ലാർജർ, പവർ മോർ. ക്ലിയർ അല്ലേ? വെറുതെ നമ്മൾ ഇനി അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ദാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ അതും കൂടി ചെയ്ത് നമുക്ക് തീർക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ദ ഫിനോമിനൻ ഗിവൺ ബിലോ. കുറച്ച് ഫിനോമിനൻസ് തന്നിട്ടുണ്ട്, അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് അവിടെ ചെയ്തോ. പാത്ത് ഓഫ് സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ മിസ്റ്റി മോർണിംഗ് അല്ലേ? അത്യാവശ്യം നല്ലൊരു മിസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് കാണുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റുകളിലും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു കോടയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും നമ്മളിത് കൂടുതൽ കാണാം. ഇന്ന് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി അവിടെ ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ റേ പോലെ വരണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ് കാരണം? ഇതിനെയാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുക. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നോക്കിക്കോ, നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ സാർ ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വെറുതെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബോക്സിനുള്ളിൽ കുറേ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും, ഇനി വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ കുറച്ച് ഒരു മറ്റേ ഇതല്ലേ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് ഇതൊക്കെ കലക്കുകയാണെങ്കിൽ മണ്ണായിരിക്കും അവിടുത്തെ പാർട്ടിക്കിൾ. ചോക്ക് പൗഡറാണ് കലക്കുകയാണെങ്കിൽ ചോക്ക് പൗഡർ ആയിരിക്കും പാർട്ടിക്കിൾ. എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിളുള്ള എന്തെങ്കിലും ഒരു സ്ഥലം, അതിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുക. ചെറിയ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ, വലിയ ലൈറ്റുകളല്ല, ചെറിയ ലൈറ്റ് ആണെങ്കിൽ എന്ത് പറ്റും എന്നറിയോ? ഓരോ പാർട്ടിക്കിളും ഇടിച്ചിട്ട് ആ ലൈറ്റിന് വരാൻ പറ്റില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ചുകൊണ്ടിരിക്കും.
മനസ്സിലായോ? ഇങ്ങനെ അവിടെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കും, എവിടെയും പോകാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ച് ട്രാപ്പ് ആവും. അതായത് ലൈറ്റ് ഇറഗുലർ ആയിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇറഗുലർ, തോന്നിയ പോലെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ലൈറ്റ് പോകാൻ പറ്റുന്നില്ല. ഒരാൾ ഇടിച്ചു, അപ്പുറത്ത് ആളടിച്ചു, ഇങ്ങനെ ഇടിച്ചടിച്ചുകൊണ്ടിരിക്കും. ഈ ഫിനോമിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ മക്കളെ? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. പല സ്ഥലങ്ങളിൽ സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൈയിൽ സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. അതാണ് ആ സ്കൈ ബ്ലൂ കളറിൽ കാണുന്നത്. പറഞ്ഞുതരാം സാർ അത്. അപ്പോൾ എന്താണ്? ലൈറ്റ് പാർട്ടിക്കിൾ മീഡിയങ്ങളിലൂടെ, പാർട്ടിക്കിൾ എന്ത് സ്ഥലം ആയിക്കോട്ടെ, എന്ത് പാർട്ടിക്കിളും ആയിക്കോട്ടെ, അതിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് മര്യാദക്ക് വരാൻ പറ്റില്ല. ഒരു പാർട്ടിക്കിൾ അടിച്ചാൽ ആ ലൈറ്റ് ചെറിയ ലൈറ്റ് ആണെങ്കിൽ വീണ്ടും അത് വല്ലയിടത്തേക്കും തെറിച്ചു പോകും, അടുത്ത ആളിടിക്കും. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ സ്കാറ്ററിങ് നടക്കുന്ന സിറ്റുവേഷനിൽ, അതായത് ലൈറ്റ് കൊളോയിഡൽ പാർട്ടിക്കിളിലൂടെ, കൊളോയിഡൽ അല്ലെങ്കിൽ ഡസ്റ്റൊക്കെയുള്ള പാർട്ടിക്കിളിലൂടെ ട്രാവൽ ചെയ്യുമല്ലോ. അപ്പൊ ചില സമയങ്ങളിൽ ലൈറ്റ് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലൈറ്റ് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ കണ്ട, ലൈറ്റ് പാർട്ടിക്കിൾ ഇടിച്ചിടിച്ച് പോകുമ്പോൾ ലൈറ്റ് പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റും. ആ എഫക്റ്റിനെ നമ്മൾ വിളിച്ച പേരാണ് ടിൻഡാൽ എഫക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയർ വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പഠിച്ചല്ലേ? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എത്ര സെക്കൻഡ് ആണ്? 1/16 സെക്കൻഡ്. റൈസിങ് ആൻഡ് സെറ്റിംഗ് സൺ അപ്പിയേഴ്സ് റെഡ്. പറഞ്ഞുതരാം, ദാ നോക്കിക്കോ. സൺ റൈസ് ചെയ്യാൻ പോണുള്ളൂ, അല്ലെ സൺ സെറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? നമുക്കറിയാം ഉച്ചക്കാണ് അല്ലേ ചൂട് കൂടുതൽ. എന്താ ചൂട് കൂടാൻ കാരണം എന്നറിയോ? സണ്ണും നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. പക്ഷേ സൺ റൈസ് ചെയ്യുമ്പോഴോ സൺ സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ലൈറ്റ് കുറേ ദൂരം ട്രാവൽ ചെയ്ത് വരണ്ടേ അല്ലെ? അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിച്ച സ്കാറ്ററിംഗ് ഇല്ലേ മക്കളെ, അതേപോലെയാണ്. കാരണം നമ്മുടെ ഈ കളറിൽ സണ്ണിൽ നിന്ന് വരുന്ന വൈറ്റ് ലൈറ്റ് അല്ലെ, വൈറ്റ് ലൈറ്റിൽ ആരൊക്കെ ഉണ്ട്? വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ചെറിയ ലൈറ്റുകൾ അവിടെ തന്നെ ഇടിച്ചിടിച്ച് നിൽക്കും. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ ചെറിയ ലൈറ്റ് ആരൊക്കെയാ? ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ ചെറിയ ലൈറ്റുകളൊക്കെ അവിടെ തന്നെ സ്കാറ്റർ ആയി പോകും, ഇടിച്ചിടിച്ച് നിൽക്കും. അവർക്ക് വരാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി പോകും. പക്ഷേ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് പോലത്തെ ലൈറ്റുകൾക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വരാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ വരണുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് പറ്റും? അവിടെ തന്നെ ട്രാപ്പായി കിടക്കും. ട്രാപ്പായി കിടക്കാന്ന് വെച്ചാൽ ആരും പിടിച്ചു വെക്കണമല്ല, അവിടെ തന്നെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇടിച്ചിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ലോങ്ങിലേക്ക് ആരേ വരണുള്ളൂ? ഈ ഓറഞ്ച്, റെഡ് പോലത്തെ കളേഴ്സേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിൽ നമ്മൾ എന്ത് കാണുന്നത്? സൺറൈസ് ചെയ്യുമ്പോൾ സൺസെറ്റ് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പൊ എന്താണ്? ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ലൈറ്റ് ഹാസ് ടു ട്രാവൽ മോർ ഡിസ്റ്റൻസ്. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ റെഡ്, ഓറഞ്ച് പോലത്തെ കളേഴ്സിനെ ഇത്രയും ദൂരം വരാൻ പറ്റുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ടു അതർ കളേഴ്സ്? മറ്റുള്ള കളറിന് എന്താ പറ്റുക? അവര് സ്കാറ്റർ ആയി പോവും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. ദെൻ എ പേഴ്സൺ ക്യാൻ സീ ദ ഫാർ ഒബ്ജക്റ്റ് ആൻഡ് നിയർ ഒബ്ജക്റ്റ് ക്ലിയർലി. ഫാർ ഒബ്ജക്റ്റ് നല്ലോണം കാണാം, നിയർ ഒബ്ജക്റ്റും കാണാം. പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ്? സീലിയറി മസിൽ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അല്ലേ? ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതിന്റെ റീസൺ എന്താണ്? സോറി, ആ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താ? പവർ ഓഫ് അക്കോമഡേഷൻ. ക്ലിയർ ആണ് നിങ്ങൾക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ഇതിന്റെ ഒപ്പം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ഓൺ ചെയ്തുതരാം. ബ്ലൂ കളർ ഓഫ് സ്കൈ. എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറിൽ കാണുന്നത്? അതിന്റെ ആൻസർ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് അല്ലെ? നമ്മുടെ സ്കൈയിൽ അല്ലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ഇതേപോലെ കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ? നമ്മളിപ്പോ സ്കാറ്ററിംഗിൽ കണ്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരുപാട് ഉണ്ടാവും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പൊ എന്താ പറ്റുക? സണ്ണിൽ നിന്നും എന്ത് വരുന്നുണ്ട്? വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അതിൽ ആരായിരിക്കും കൂടുതൽ സ്കാറ്റർ ആവാൻ? ഇപ്പൊ പറഞ്ഞേ ചെറിയ ലൈറ്റുകളല്ലേ കൂടുതൽ സ്കാറ്റർ ആവാ. ആരാണ് ഈ ചെറിയ ലൈറ്റുകൾ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ കളേഴ്സ് അല്ലേ? അപ്പൊ ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ഇവിടെ തന്നെ ഇങ്ങനെ അടിച്ചു നിൽക്കും. പക്ഷേ റെഡ്, ഓറഞ്ച് പോലത്തെ കളേഴ്സ് താഴത്തേക്ക് വരും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ആരേ ഉള്ളൂ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ കളേഴ്സേ ഉള്ളൂ. അവർ സ്കാറ്റർ ആയി അവിടെ തന്നെ നിൽക്കും. അവർക്ക് വരാൻ പറ്റുന്നില്ല, ഇടിച്ചിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാ കളേഴ്സും താഴത്തേക്ക് വന്നില്ലേ? അപ്പൊ നമ്മൾ സ്കൈയിൽ നോക്കുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ കളറുള്ളൂ. എന്നാൽ നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി, അട്രാക്ഷൻ ബ്ലൂവിനോടായതുകൊണ്ട് നമ്മൾ ബ്ലൂ കളറിന് എടുത്ത് കാണും. അതാണ് സ്കൈ ബ്ലൂ കളറിൽ കാണാനുള്ള കാരണം. അപ്പൊ സ്കൈ ബ്ലൂ കളറിൽ കാണാനുള്ള കാരണം എന്താണ്? സൺലൈറ്റിൽ നിന്ന് വരാൻ വൈറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, അതിൽ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ അവിടെ തന്നെ സ്കാറ്റർ ആയി നിൽക്കും. ബാക്കിയുള്ള വലിയ കളേഴ്സ് ഇല്ലടാ,
ഏതൊക്കെയാണ് ഓറഞ്ച് റെഡ് പോലത്തെ കളേഴ്സ്, അവരൊക്കെ താഴത്തേക്ക് വരും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ആര് മാത്രമേ ഉള്ളൂ? സ്കാറ്റേഡ് ആയി കിടക്കുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ കളേഴ്സ് ഉള്ളൂ. അതിൽ ബ്ലൂ നമുക്ക് എടുത്ത് കാണുന്നതുകൊണ്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ അല്ല നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിലോ? ആരും സ്കാറ്റർ ആവില്ല, എല്ലാവരും താഴത്തേക്ക് വരും അല്ലെ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ കളറേ ഇല്ല, ഡാർക്ക് കളറിൽ കാണും. അപ്പൊ അതിങ്ങനെയാണ് ചോദ്യം വരിക, എന്തുകൊണ്ടാണ് മൂണില് സ്കൈ ഡാർക്ക് കളറിൽ കാണുന്നതെന്ന് ചോദിക്കും. എന്താണ്? മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം, മൂന്നിന് എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലല്ലേ സ്കാറ്ററിങ് നടക്കുള്ളൂ. അപ്പൊ മൂണിൽ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് എന്ത് നടക്കില്ല? സ്കാറ്ററിങ് നടക്കില്ല. എല്ലാ കളറും താഴത്തേക്ക് വരും. കളറില്ലല്ലോ മേളില്, ഡാർക്ക് കളർ. ക്ലിയർ അല്ലേ മക്കളെ കാര്യം? ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാ ടോപ്പിക്കും, അതായത് ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് പോയത്. നമ്മൾ ഇതിലൊരു ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ക്വസ്റ്റ്യൻ രണ്ടാമത് പറഞ്ഞേണ്ട ആവശ്യമില്ല, അതിന്റെ ആൻസർ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു. എന്നാൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ചൂസ് ദ ലീസ്റ്റ് സ്കാറ്റേർഡ് കളർ ഇൻ ദ സൺലൈറ്റ് ഫ്രം ദ ഫോളോയിങ്: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഏറ്റവും ലീസ്റ്റ് സ്കാറ്റർ ചെയ്യുന്ന ആരാ? ഇപ്പൊ പറഞ്ഞോളൂ, ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്ന ആരാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലത്തെ കളേഴ്സ് അല്ലേ? അല്ലെ ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്നത് വയലറ്റ് ആയിരിക്കും അല്ലേ? വയലറ്റ് ആണ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് നമ്മള്. നിങ്ങൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക? ഒന്നുകൂടി കാണുക, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അതും ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ വലിയ ചാപ്റ്ററാണ്, ഇതിനൊപ്പം തന്നെ പഠിച്ചു പോയിക്കോളും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഓക്കെ.